യേശുവിലെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും യേശുമിശിഹായുടെ കരുണ തിരുനാളിനും തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഘോഷണ തിരുനാളിനും വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത്, മറ്റുള്ള ദിവസങ്ങളിൽ സംഭവിക്കാത്തത് എന്താണ് കരുണയുടെ ദിവസം സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ നാടിൻ പ്രദേശങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മൾ ഈ മലമ്പുഴയുടെ ഡാമിൽ നിന്നൊഴുകുന്ന വലിയ കനാലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കനാലുകളിൽ നിന്നും നേരിട്ട് അല്ലെങ്കിൽ ഡാമിൽ നിന്നും നേരിട്ടാണ് കനാലിലേക്ക് വെള്ളം ഒഴുകുന്നത്. ആ കനാലിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിൽ നമ്മൾ കുളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത്ര നീന്തുക അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കനാലിലേക്ക് ഡാമിൽ നിന്നും നേരിട്ടാണ് വെള്ളം കുത്തി ഒഴുകുന്നത്. ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളം അതിൻ്റെ ആ ഷട്ടർ പൊക്കുമ്പോൾ അത് വലിയ ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒലിച്ചാണ് അങ്ങനെ ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഡാമിൽ കെട്ടി നിർത്തിയിട്ട് അത് പൽചക്രം വഴി കടത്തിവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഡാമുകളെല്ലാം എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാമുകളെല്ലാം ഉയർന്ന പ്രദേശത്തായിരിക്കും. ഇപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ വെള്ളം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലാണ്. ആനക്കല്ല് അല്ലെങ്കിൽ തെക്കേ മലമ്പുഴ, വേലമ്പറ്റ, അകമലബാർ ആ പ്രദേശത്തിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിലാണ് വലിയ മലയിൽ നിന്നും വെള്ളം കുത്തി ഒഴുകി ഇങ്ങനെ കടന്നു വരികയാണ്. കടന്നു വരുന്ന വെള്ളമാണ് ഇതിൽ വന്ന് നിറയുന്നത്. 2018 നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതെ അത് മഴയെ എത്രമാത്രം മഴ വന്നാലും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ ഉണ്ടാക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാം റോഡുകൾക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ കാനകളുണ്ടാവും, തോടുകൾ. അതുകൊണ്ട് കാരണവന്മാരൊന്നും ഒരിക്കലും പള്ളി കൊണ്ടുവന്ന് വെക്കുന്നത് താഴ്ന്ന പ്രദേശത്ത് വെക്കാറില്ല. കാരണം വെള്ളപ്പൊക്കം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അല്ലേ? നമ്മുടെ ഈ പുതിയ തലമുറ എന്തെന്ന് വെച്ചാൽ കാനകളെല്ലാം എന്തെങ്കിലും ഈ വീട്ടിലോ കടകളിലോ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ കാനകളിലേക്ക് വലിച്ചെറിയും. കാനകളിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ വേസ്റ്റ് വെള്ളം, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ കാനയെ കൊണ്ടുവന്നിടും. കാരണം മൂടിപ്പോകുന്നൊരു സ്ഥലം കാനയാണെന്ന് വെച്ചാൽ. പക്ഷേ കാന ഉണ്ടായിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു കുത്തൊഴുക്ക്, വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളപ്പൊക്കം അതിലൂടെ അതിലൂടെ ഒഴുകിപ്പോകുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ കരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഭവനങ്ങൾക്ക് ഒരു കേടുപാടുകൾ സംഭവിക്കില്ല. നമുക്ക് തമിഴ്നാട്ടിലെ സിസ്റ്റം നമുക്കറിയാം. തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രൈനേജുകളില്ല. അവർക്ക് ചെന്നൈയിലോ അല്ലെങ്കിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അങ്ങനെ പെട്ടെന്ന് കടന്നു വരും. അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം വെള്ളപ്പൊക്കം 18-19 കഴിഞ്ഞതിന് ശേഷം ഈ വർഷക്കാലം വരുമ്പോഴേക്കും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ തോടുകളും എല്ലാ കനാലുകളിലും കിടക്കുന്ന മണ്ണ് വാരി റോട്ടിലേക്ക് വിടും. അത് 18-ന് മുമ്പ് അങ്ങനെയുള്ള ചിന്ത ഉണ്ടായില്ല. ഞാനത് പറയുന്നതിൻ്റെ കാരണം നമ്മളിലുള്ള ചില ചാനലുകൾ, ചില തോടുകൾ അടഞ്ഞു പോയിട്ടുണ്ട്. അല്ലേയ്യ? അതെന്താ ഒഴുകുന്നതാണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് ഈ ചെളി മണ്ണൊക്കെയും വാരിയിട്ട് ആ തോടുകൾ നടഞ്ഞ് നമ്മുടെ റോട്ടിലൂടെയുള്ള ചാനലുകൾ ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാർ അത് വന്ന് മാറ്റുന്നത് പോലെ ഈ ദിവസങ്ങളിൽ 9 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ തോടുകളെല്ലാം ക്ലീനാക്കി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയാണ്. അതിനെന്താണെന്ന് വെച്ചാൽ അത് മഹാസംഭവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന സംഭവമല്ല. ഇത് 25 വർഷം മുമ്പാണ്. 25 അല്ല, ഇന്ന് ഈ 2026 വരുമ്പോൾ 26ാമത്തെ വർഷമാണ് പ്രഖ്യാപിച്ചത്. 2000 ജൂബിലിയിലാണ് ജോൺ പോൾ II മാർപ്പാപ്പ പുരോഹിതരോട് പറഞ്ഞത്, പുരോഹിതരെ നിങ്ങൾ എന്ത് പ്രസംഗിക്കണം? മഹാസംഭവമായ ഈശോ മിശിഹായുടെ കരുണയെക്കുറിച്ച് നിങ്ങൾ ലോകത്തെ അറിയിക്കുക, പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഈ 25 വർഷത്തിന് മുമ്പൊന്നും വലിയ അനക്കം സഭയിൽ ഇതുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു പ്രാർത്ഥനാ പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു. അന്ന് നമ്മൾ ഈ കരുണയുടെ ഈ നവനാളൊന്നും ചൊല്ലില്ലായിരുന്നു. ഞാനപ്പോൾ പുസ്തകം അടിക്കാൻ നോക്കിയപ്പോൾ പറഞ്ഞു, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മതിയില്ലെന്ന് വെച്ചു. നമ്മുടെ രൂപതയിലെ ധ്യാനഗുരു പറഞ്ഞു, അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല അച്ഛാ, അതിനെക്കുറിച്ച് അച്ഛൻ വായിച്ച് നോക്ക്, പഠിച്ച് നോക്ക്,
അത് അത്രമാത്രം ശക്തമാണ്. ഞാൻ ചോദിച്ചാൽ കർണക്കൊന്തം മാത്രം മതിയില്ലെന്ന് ചോദിച്ചാൽ, പക്ഷേ അച്ഛൻ പറഞ്ഞു അതല്ല, നവനാളെന്ന് പറഞ്ഞാൽ ഇത് വലുതാണ്. ഇന്നത്തെ നവനാളിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്താണെന്നറിയുമോ? മന്ദബുദ്ധിക്കാരായ ആത്മാക്കളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അധീനമല്ലല്ലോ. വാക്കുകൾ, കർത്താവ് ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കും. ഇപ്രകാരമാണ്, എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ, പരിശുദ്ധ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ. പരിശുദ്ധ സ്നേഹത്തിൻ്റെ ദാനം അവർ, എന്നിട്ട് പറയാം, എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ. നമ്മുടെ ശക്തിക്ക് പരിമിതമാണ് നമ്മുടെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി അപരിമയമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 30-ാമത്തെ ഖണ്ഡികയിലെപ്പോഴാണ് ഈ പൗസ്റ്റീനോട് ഈശോ പറഞ്ഞത് പ്രകാരമാണ്, കർത്താവിൻ്റെ സത്യയിൽ നിനക്ക് മനസ്സിലാകാൻ പറ്റില്ല. സത്യം എന്ന് പറയുക കർത്താവിൻ്റെ സ്വഭാവങ്ങളിൽ നിനക്ക് ഒന്നും മനസ്സിലാകില്ല. ഇപ്രകാരം പറയാണ്, ദൈവം തൻ്റെ സത്യയിൽ ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലേലിയാം. സത്യം എന്ന വാക്ക് ഒരു ഫിലോസഫിക്കൽ വാക്കാണ്. അല്ലേലിയാം. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്ന പോലെയല്ല, കർത്താവിൻ്റെ പ്രവൃത്തികളും ചിന്തകളും അപരീയമാണ്. അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ 1-2 സംഭവം പറയാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ കുർബാന അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ഷട്ടർ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കയറാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഫോൺ എടുത്തു. സാറിന് ഇവിടെ വന്ന് കുറേ ഹന്നാമ്പള്ളം അവൻ എടുത്തിട്ട് പോകും. എന്നിട്ട് ഇവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക പതിവാണ്. ഷട്ടർ അടച്ചിട്ടിപ്പോൾ അവൻ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ വിളിച്ചത്. ഒരു പയ്യൻ പ്രാർത്ഥിക്കാൻ വന്നു, ഷട്ടർ താഴ്ന്നെടുക്കുന്നു, അകത്ത് ലൈറ്റ് കൊണ്ട് പുറത്ത്, അവൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഷട്ടർ തുറക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു, അതല്ല അച്ഛാ. ഞാൻ എന്ത് പറ്റി? അവൻ്റെ സംസാരത്തിലാകെ ഒരു സങ്കടഭാവം. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഫാദർ, എൻ്റെ പേഴ്സിൽ 20,000 രൂപയുണ്ട്. 20,000 രൂപ മാത്രമല്ല, എൻ്റെ ആധാർ കാർഡ്, എൻ്റെ പാൻ കാർഡ്, എൻ്റെ ഇലക്ഷൻ കാർഡ്, സർവത്ര രേഖകൾ അതിലുണ്ട്. ഞാനൊരു വാഹനത്തിലാണ് വന്നത്, എൻ്റേതായ ഒരു കാറിലാണ് വന്നത്. പക്ഷേ ഞാൻ വന്ന് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ പേഴ്സില്ല. പേഴ്സ് വെച്ച സ്ഥലത്ത് പേഴ്സില്ല. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് പ്രാർത്ഥിക്കാമോ അച്ഛാന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ 20,000 രൂപയേക്കാളും കൂടുതലായിട്ട് അതിൻ്റെ വിലപിടിപ്പുള്ള രേഖകളാണ്. നമ്മൾ സാധാരണ ഈ വിലപിടിപ്പുള്ള രേഖകളൊന്നും പേഴ്സിൽ വെക്കരുത്, വീട്ടിൽ തന്നെ ഭദ്രമായിട്ട് വെക്കണം. അല്ലായിരിക്കും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പല വിധത്തിലും നമ്മളത് ദുരുപയോഗിക്കാം. ഭയങ്കര ഗൗരവമുള്ള സാധനം, അത് നിസ്സാരമായിട്ടുള്ള സാധനമല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിമ്മ് അടിക്കാം. സിമ്മ് അടിച്ചിട്ട് വേണമെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ എളുപ്പം അവനെ നമ്മൾ കൊടുക്കാം. അതിനൊരു പയ്യവിടെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ, അവൻ്റെ അപ്പനോടെ വന്ന സമയത്ത് അവന് 7-8 സിം എടുത്തു. വിദേശ രാജ്യത്തിലാണ്, ഒരു ഗൾഫ് രാജ്യത്തിലാണ്. ഇപ്പോൾ അവൻ പെണിപ്പെട്ട് കിടക്കുക. ഇതിലെ ഈ നമ്പറെല്ലാം കൊടുത്തത് അവരിന്ന് ഇവനായിട്ട് ഉടക്കി. അവൻ പ്രത്യേക സ്വഭാവമുള്ളവരാണ്. അല്ലേരിക്കാം. അതുകൊണ്ട് അത്രമാത്രം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ അന്തോണി സുണ്ണാളിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്തോണി സുണ്ണാളൻ എന്താണ് നഷ്ടപ്പെട്ടത് പോയി തിരിച്ചു കിട്ടുന്ന, പ്രാർത്ഥിച്ച് തിരിച്ചു കിട്ടുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും കാരണം എന്താ? അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ അടിസ്ഥാനമില്ലേ? എന്താണ് സ്വഭാവം? അന്തോണീസിന് എന്താണ്? കേരളത്തിലിങ്ങനെ ചിന്തിച്ച് നഷ്ടപ്പെട്ടു പോയിക്കുക അന്തോണീസിൻ്റെ അടുത്ത് പോയെന്ന്. പഴയ കാലത്ത് പ്രാർത്ഥനാ പുസ്തകം വലിയ വിലയുള്ളതായിരുന്നു. അച്ചടി യന്ത്രങ്ങളില്ലായിരുന്നു. അന്ന് അച്ചടിക്കുന്ന കാലഘട്ടത്തിൽ ഈ യാമപ്രാർത്ഥനയുടെ പുസ്തകം വിലയേറിയതായതുകൊണ്ട് ഒരു സന്യാസി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ അന്തോണീസ് ഉണ്ണിയാളുടെ പ്രാർത്ഥനാ പുസ്തകം മോഷ്ടിച്ചിട്ട് ആശ്രമത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഒരു നദി എങ്ങാണ്ട് കടക്കാൻ ചെന്നപ്പോൾ നദി കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് എന്താ, അതേ ഞാൻ എടുത്തുകൊണ്ടുവന്ന ആ പുസ്തകത്തിൻ്റെ ഉടമ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഈ സന്യാസി പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥനാ പുസ്തകം തിരിച്ചു കൊണ്ടേ കൊടുക്കാം. അന്തോണീസ് അവിടെ നിൽക്കുന്നില്ല, ഇവൻ കാണാണ് അന്തോണീസ് വന്ന് മുമ്പിൽ
എടുക്കുകയാണ്. കാരണം പണത്തേക്കാളും വലുതാണ് പ്രാർത്ഥനാ പുസ്തകം. അപ്പോൾ അന്തോണീസോളം പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പ്രാർത്ഥനാ പുസ്തകം എനിക്ക് തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. തിരിച്ചു കിട്ടിയതിന് ശേഷം അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കൊടുക്കാനുള്ള കൃപ വിശുദ്ധ അന്തോണീസിനുണ്ട്. അന്തോണീസ് എല്ലാവരുടെയും സുവിശേഷം പ്രസംഗിച്ച, മീനിനോട് പോലും സുവിശേഷം പ്രസംഗിച്ച. അതുകൊണ്ടാണ് മാന്തലെന്ന് പറയുന്നൊരു മീനിൻ്റെ വായ താഴെയുള്ളതെന്ന് പൂർവീകർ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വചനം പറഞ്ഞപ്പോൾ കളിയാക്കിയെന്നാണ്. ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കുക, ഞാനും ദിവ്യാനത്തിന് മുമ്പിലിരിക്കുക, നീ ഷട്ടർ കൊടുക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എടുത്തത് അല്ല അച്ഛാ, എനിക്ക് വലിയ സങ്കടമാണ് അച്ഛാ, 20,000 രൂപയല്ല വരുത്, ഈ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടണം. ഞാനിവിടെ നിന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഇവൻ രാത്രി ഒരു 10 മണിയായ സമയത്ത് എന്നെ ഫോൺ വിളിച്ചു. ഞാനത് കണ്ടില്ല. ഞാൻ ഇവിടെ ഇന്നലെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഈ പയ്യ അവിടെ നിൽക്കുക. ഞാൻ അവനോട് എന്നിട്ട് ചോദിച്ചു, എടാ നിൻ്റെ പോയ പൈസ അത് കിട്ടിയച്ചാ? എപ്പോൾ കിട്ടി? ആ പ്രാർത്ഥന തുടങ്ങി 15ാമത്തെ മിനിറ്റ് കഴിയുമ്പോഴേക്കും സാധനം കിട്ടിയച്ചാ. അത് കിട്ടി. അപ്പം നീ എന്താ പറയാ? ഞാൻ രാത്രി അച്ഛനെ വിളിച്ച, അച്ഛൻ അത് കണ്ടിട്ടില്ല. അത് അല്ലേരിയാ. ഞാനിവിടെ ഒരു പയ്യൻ്റെ ഒരു പുസ്തകം 7ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഞങ്ങളെ പഠിക്കുന്നത്. അവൻ ഈ കൂട്ടുകാരായിട്ട് വലിയ സ്നേഹത്തിലായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടുകാരിവിടെ പ്രാർത്ഥിക്കാൻ വന്നു തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ ഇവൻ ആ കൂട്ട് പിരിയാൻ തുടങ്ങി. കൂട്ട് പിരിയാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൻ എന്തോ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഈ കൂട്ടുകാരിൽ ഒരാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പുസ്തകമൊക്കെ വാരിക്കൊണ്ട് പോയിട്ട് ഒരു ഒരു വാഴത്തോട്ടത്തിൽ വെച്ച് പുസ്തകം വെച്ചു. എന്നിട്ട് എന്താ വെച്ചാൽ അപ്പോൾ ഈ പയ്യൻ അറിയുന്നില്ല. പുസ്തകം ഈ ബെല്ലടിച്ച്, നമുക്കറിയാം സ്കൂളിൽ നിന്ന് വിടുന്ന സമയത്ത് ബെല്ലടിച്ച് പുസ്തകം എടുക്കാൻ ചെന്നപ്പോൾ ഇവൻ്റെ പുസ്തകം ഇരിക്കുന്ന സ്ഥലത്ത് പുസ്തകമില്ല. അപ്പോൾ ഇവൻ പലയിടത്തും നോക്കി, കൂട്ടുകാരോട് ചോദിച്ചു, ആരും കണ്ടവരില്ല. അവൻ്റെ അമ്മ ഈ പയ്യനെ വിളിച്ചിട്ട് ഇവിടെ വന്നു, അച്ഛാ ഇവൻ്റെ പുസ്തകം പോയിരിക്കുക, പരീക്ഷയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പരീക്ഷ, പുസ്തകമൊന്നുമില്ല. ഇവന് വലിയ ടെൻഷനൊന്നുമില്ല, ഇവരെ തലയിങ്ങനെ തട്ടി. ഞാൻ ചോദിച്ചാൽ പുസ്തകം ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാം. ഞാൻ എഴുതി വെച്ചാ ഞാൻ എഴുതും. പുതിയ തലമുറയിലുള്ള പ്രത്യേകത ഇത് അല്ലേ? ഞാൻ എഴുതി വെച്ചത് ശരി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് അന്തോണീസുണ്ണാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നഷ്ടപ്പെട്ടത് കണ്ടു കിട്ടും. അവർക്ക് അന്തോണീസിനെ കുറിച്ച് അങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയത് കണ്ടെത്തും. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിറ്റേ ദിവസം ഇവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പറയാണ്, നിൻ്റെ പുസ്തകം ഇന്ന പയ്യനെടുത്തിട്ട് ഈ വാഴത്തോട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന്. അല്ലേ? അപ്പോൾ ആദ്യം ഈ പയ്യനോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. വാഴത്തോട്ടത്തിലേക്ക് പോകുന്നെന്ന് കണ്ട വഴി അമ്മ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ മകനെയും കൊണ്ട് വാഴത്തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പേപ്പർ മാത്രമുണ്ട്, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇവർ ചെയ്തത് ഇവരുടെ സ്റ്റാഫിനോട് പറഞ്ഞു, ടീച്ചർമാരോട് പറഞ്ഞു ഞങ്ങൾ കണ്ടു ചേച്ചി, ഈ പയ്യൻ വാഴത്തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടു. ഈ സ്കൂളിൻ്റെ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷേ ഇവർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിട്ടിയില്ല. പക്ഷേ ഇവനെ വിളിച്ച് ടീച്ചർമാർ ചോദിച്ചു, നീ പുസ്തകം എടുത്തുണ്ടോ എന്ന് നോക്കി ചോദിച്ചു. അവ ഇല്ലയെന്ന് പറഞ്ഞു. അതിനാൽ ഈ ഒരു കിട്ടിയ പേപ്പറുമായിട്ട് അവൻ വന്നു, പരീക്ഷ എഴുതി. ഞാൻ അവനോട് ചോദിച്ചു, എളുപ്പമായിരുന്നോ? നല്ല എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു വെച്ചാൽ. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊന്ന് ഈ കൂട്ടുകാരുടെ കൂടി ഒന്ന് ഒഴുപ്പാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, വലിയ പയ്യനൊന്നുമല്ല, പയ്യൻ പറഞ്ഞു, നമുക്കിവിടെ പോകണ്ട, വേറെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാം, വേറെ സ്ഥലത്ത് പോകാം. അപ്പോൾ അവൻ പറഞ്ഞു, അവിടെ ചെന്നാൽ ബൈബിൾ എഴുതിക്കും, അതൊക്കെ നല്ലതാണ്, പാട്ടൊക്കെ ഉണ്ട്, കൈ കൊട്ടി പാടാം, ആക്ഷൻ സോങ്. അപ്പം അവൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു സ്ഥലത്തും പോകണ്ട, നീയും നിൻ്റെ അനിയനും അനിയത്തിയും ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൗൺസിലിംഗ് കൊടുത്തു. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ തിരുനാളിൻ്റെ ദിവസത്തിൽ എന്തുണ്ടെന്ന് വെച്ചാൽ എല്ലാ ചാനലുകളിലൂടെയും മഹാപ്രവാഹം ഒഴുകും.
ഹല്ലേലൂയ. മഹാപ്രവാഹം ഇങ്ങനെ പറയാണ്, എൻ്റെ മക്കളെ, എൻ്റെ അഗാധമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. ഹല്ലേലൂയ. അപ്പോൾ ഈ 9 ദിവസം ഈ നവനാള് ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, ലുത്തിനിയും ചൊല്ലി, മറ്റ് പ്രാർത്ഥനകളും ചൊല്ലി എന്ത് ചെയ്യണം? ഈ മഹാസംഭവത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഒരുക്കണം. അതാ പറഞ്ഞു, വേനൽക്കാലത്ത് ഈ ഡാമിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം എന്ത് ചെയ്യും? ചെറിയ കനാലുകൾ വഴി, തോടുകൾ വഴി നമ്മൾ തിരിക്കും, അല്ലേ? കൈമൂച്ചുള്ളവന് എന്ത് കിട്ടും? കൂടുതൽ വെള്ളം കിട്ടും, അല്ലേ? നിങ്ങൾ കൃഷിപ്രദേശത്ത് നോക്ക്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും. കാരണം ഒന്ന് കൂടുതൽ തുറക്കാൻ നോക്കും, ഈ ചാനലുകളൊന്ന് കൂടുതൽ തുറക്കാൻ നോക്കും, അല്ലേ? അതുകൊണ്ട് പറയാണ്, പ്രത്യേകിച്ച് എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവും ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാം, ആ ദിവസം എൻ്റെ കരുണാർദ്ധമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. മനസ്സിലായോ? അന്ന് എന്ത് ചെയ്യും? ഈ കേരളത്തിലെ 2018-19 കാലഘട്ടത്തിൽ ഡാമുകളുടെ എല്ലാ ഷട്ടറുകളും തുറന്നു പോലെ ഒറ്റ തുറക്കലാണ്. തുറക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ആ മഹാ കരുണയുടെ ദിനത്തിൽ അനേകം ചാനലുകൾ ഭൂമിയിലേക്ക് ഒഴുകും. അതാണ് ആ മഹാസംഭവത്തെക്കുറിച്ച് മാർപ്പാപ്പ പൗസ്റ്റീനയെ വിശുദ്ധയുടെ പദവിയിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞത്. അതാ പറഞ്ഞത്, എന്നിട്ട് എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും. പ്രസാദവരം എങ്ങനെ കിട്ടുന്നത്? 2 കൂദാശികളുടെ പ്രസാദവരം കിട്ടും. 1 മാമോദീസ, 2 കുമ്പസാരം. അല്ലേ? അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മളിവിടെ പറയണത് കുമ്പസാരം ബേസിക്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പേര് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് നോക്ക്, പേര് രജിസ്റ്റർ ചെയ്ത് അവർ എൻട്രൻസ് അനുവദിക്കുള്ളൂ. നമ്മളിവിടെ കരുണ നമുക്ക് ലഭിക്കണം, ഇത് കരുണയുടെ സെൻ്ററാണ്, ഇവിടെ കരുണ ലഭിക്കണമെങ്കിൽ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ കുമ്പസാരം. അല്ലേ? കുമ്പസാരം. അല്ലേ? അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് വൈദികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഈ മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ. അല്ലേ? അതുകൊണ്ട് അന്നേ ദിവസം ദൈവീക വരപ്രസാദം ഒഴുകുന്ന എല്ലാ ചാനലുകളും ഞാൻ തുറന്നു വിടും. മനസ്സിലായോ? അല്ലാതെ ഈ 9 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സംബോധന. 2018 വെള്ളപ്പൊക്കം വരുന്ന വർഷങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനുള്ള സിസ്റ്റം ചെയ്തു വെച്ചേനെ. പള്ളികളൊന്നും, പാലക്കാട് രൂപതയിലെ പള്ളിയും പാടത്തുകൊണ്ടുപോയി പണം തൊട്ടുണ്ട്. പക്ഷെ കാരണന്മാർ ഒരിക്കലും പള്ളികൾ പണിയുന്നത് എവിടെയാണെന്നാൽ ഉയരത്തിലാണ്. അത് വെള്ളപ്പൊക്കം വരാതിരിക്കാനല്ല, മറിച്ച് ആ പള്ളി എവിടെ നിന്നാലും ആളുകൾക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അത് കാരണന്മാരുടെ ബുദ്ധിയാണ്. അവരേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പള്ളിക്ക് കൊടുക്കുള്ളൂ. പള്ളിക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അല്ലേ? അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ടത് എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളാണ്. അതുകൊണ്ട് പറയാം, അന്നേ ദിവസം ദൈവിക വരപ്രസാദം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറക്കും. ചാലുകൾ എന്ന് പറഞ്ഞാൽ തോടുകൾ, കനാലുകൾ, അങ്ങനെയുള്ളതെല്ലാം തുറന്നു വിടും. അല്ലേ? ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. നമ്മൾ പാപം ചെയ്യാത്തവരാരുമില്ല. ഏറ്റവും ഈ മഹാദിനത്തിൽ ഏറ്റവും കൃപ കിട്ടുന്ന ആർക്കെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പാപികൾ. എന്നാൽ സുവിശേഷത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, അതിൽ 44 കഴിഞ്ഞ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വചനങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പോൾ മനസ്സ് തുറന്നാലാണ് വചനം പഠിക്കാൻ. അതിൻ്റെ തൊട്ട് മുകളിൽ നോക്കി അവിടെ പറയുന്നുണ്ട്, അവർ ഹൃദയം തുറന്നു, കണ്ണുകൾ തുറന്നു. അല്ലേ? 4-5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ കണ്ണുകൾ തുറന്നു, ഹൃദയം തുറന്നു, മനസ്സ് തുറന്നു,
അല്ലേ? വചനം പ്രസംഗിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അല്ലേ? 30-34 കണ്ടാണ് അല്ലേ? വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം അപ്പോൾ ഹൃദയം ജ്വലിക്കുന്ന എങ്ങനെയാണ്? വചനം കേൾക്കുമ്പോഴാണ്. മനസ്സെങ്ങനെയാ? വചനം ഗ്രഹിക്കാൻ തക്ക വിധം ഇവിടെ മനസ്സങ്ങ് തുറന്നു. വെറുതെ വായിച്ച് കളയരുത് വചനങ്ങൾ. അല്ലേ? വചനം വെറുതെ വായിച്ച് കഴിഞ്ഞാൽ വചനങ്ങൾ പാഴായിപ്പോവും. അതുകൊണ്ട് ഒരു പാട്ടില്ലേ, ചവിട്ടിക്കളയില്ലേ, അങ്ങനെ പാടില്ലേ, ചവിട്ടിക്കളയല്ലേ വീണ് പോൽ. അതെന്താ ചവിട്ടിക്കളയാനുള്ളതല്ല, അതല്ല. അപ്പോൾ ഹൃദയം തുറന്നു. ആരുടെയാ? അപ്പസ്തോലന്മാരുടെ. എന്തിനു വേണ്ടി? വചനം വിശുദ്ധ ലിഖിതം ഗ്രഹിക്കത്തക്കവിടം അവിടെ. അപ്പം വേറൊരു സംഭവം, എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ വചനം ഇപ്പോൾ ജ്വലിച്ചത്, അവർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചു. മറ്റേതൊന്ന് കാണാണ്. ഈശോ എന്ത് ചെയ്തു? ഈശോ വീട്ടിൽ കയറാണ്. ഇത് യാത്ര പുറപ്പെട്ട് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യൻ്റെ കൂടെയാണ് ആര് പോകുന്നത്? ഈശോ പോകുന്നത്. അവരുടെ വീട്ടിൽ കയറിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ അപ്പം എടുത്തിട്ട് വാഴ്ത്തി അവർക്ക് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ കയറിയിട്ട് വേറൊരാൾ എന്തെങ്കിലും, കാരണം ഇത് ഈശോ ആണെന്നവർക്ക് ഒരിക്കലും അറിയില്ല. പക്ഷേ ഇവരുടെ കൂടെ കൂടിയിട്ട് നടന്ന സംഭവം ചെയ്യുക. എന്ത് സംഭവം? ആരെക്കുറിച്ച്? എങ്ങനെ? എന്തിന്? ഇങ്ങനെ. അപ്പോൾ അവർ പറയും, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നവരുടെ അല്ലേ, അവനെ ഞങ്ങളുടെ ജനപ്രമാണികളെല്ലാം കയറ്റി കുരിശ് തറച്ചു, അവനെ കൊന്നു അടക്കി. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അവൻ്റെ ബോഡി അവിടെ ഇല്ല. അങ്ങനെ പറയുമ്പോൾ ഈശോ പറയുന്ന ഓരോ കാര്യവും പഴയ നിയമഗ്രന്ഥത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, പ്രവാചക ഗ്രന്ഥങ്ങൾ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടത് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എന്തുണ്ടായി? 3 വർഷമായിട്ടും ഇത് ഗ്രഹിക്കാൻ ഇവർക്ക് പറ്റില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എന്തുണ്ടായി? അപ്പൊ എന്താ മഹാസംഭവം അത്. അവരുടെ ഹൃദയം അങ്ങ് തുറന്നു. ഹല്ലേലൂയ. അല്ല, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ എല്ലാ ചാനലുകളും തുറക്കണം, ക്ലീൻ ചെയ്തിടണം. ഒഴുകുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്. 47 എസക്കേൽ 47 നമ്മൾ കാണുന്നുണ്ട്. എന്താ? ഒരു നീർച്ചാല് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്നുണ്ട് അല്ലേ? വായിച്ചു നോക്കിയേ. പിന്നെ അവർ എന്നെ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയം മുഖത്തിന്റെ പടിയിൽ നിന്നും കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. കിഴക്കോട്ട് ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. നിങ്ങൾ ദേവാലയത്തിൽ പോയി കാണില്ല. പക്ഷെ അതിനവസാനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അടിയിലൂടെ ഒരു വലിയ ചാനൽ ഒഴുകി. നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ അടിയിലൂടെ ഒരു ചാനലുകൾ എല്ലാ വീട്ടിലേക്കും ഉണ്ട്. ആ ചാനലുകൾ എന്താ? ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ പറയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യ ഇവിടെ വന്നു, ഒരു വലിയ മേഖലയെ പ്രവർത്തിക്കണം. ഇവിടെ എല്ലാം കുമ്പസാരം. ഇവിടെ നിന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. അവന് നല്ല പയ്യനാണ്, അവൻ നല്ല എഡ്യൂക്കേറ്റഡാണ്, ഒരു പ്രത്യേക ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പയ്യനാണ്. അപ്പോൾ അവൻ വന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് അവനെ കൗൺസിലിങ്ങിന് വിട്ടു. അവൻ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ നിൻ്റെ ഈ ചെവിമ കാണുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ പിള്ളേർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് അറിയില്ല, ഉള്ള കാര്യം അതാ. അപ്പോൾ അവ എന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നമ്മുടെ സൈറ്റൊക്കെ അടിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചില രാജ്യങ്ങളിലെ കുട്ടികൾ ഒരു കമ്മലൊക്കെയും ചെവിയും ഇട്ടുകൊണ്ട് നടക്കും, ചിലർ 2 കമ്മലിട്ടും. വിദേശ രാജ്യങ്ങളിൽ ഇതൊരടയാളമാണ്. വിദേശ രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മോശപ്പെട്ട വ്യക്തികൾ, ഞാനിവനെ കുമ്പസാരിപ്പിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു, രണ്ടാമതും കുമ്പസാരിപ്പിച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിനക്ക് ഈ സാധനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. നല്ല ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വേണ്ട അച്ഛാ. ഞാൻ ഊരാൻ പറഞ്ഞു, ഊരി അവിടെ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെടുത്ത് കാട്ടികളെ. അല്ലാച്ച സ്വർണ്ണോ? അവൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു കമ്മലിടണമെന്ന് പറഞ്ഞു. ആകെ 3 പിള്ളേരേ ഉള്ളൂ. അതുകൊണ്ട് അപ്പൻ എന്ത് ചെയ്തു, ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് നല്ലൊരു കമ്മൽ. ഞാൻ വിചാരിച്ചു ഇത് വേസ്റ്റ്. അവൻ അത് ഊരിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് നല്ല പ്രകാശം. അവൻ്റെ അപ്പനും അമ്മയും കെട്ടിപ്പിടിക്കുന്നതാണ്. അവർ പറഞ്ഞു, ഇതിനു വേണ്ടി അച്ഛൻ കൊണ്ടുവന്നത്, ഞങ്ങൾ പറഞ്ഞാലൊന്നും അറിയില്ല. കഴിഞ്ഞ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നു, നമ്മൾ പ്രാർത്ഥിച്ചതിനെ വിട്ടു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നിൻ്റെ മോതിരം ഊരാൻ പറഞ്ഞു. മോതിരം ഊരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ മോതിരം എത്ര നാളായി, ഇതിട്ട് അതിന് ശേഷം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മോതിരം മാറ്റി കഴിഞ്ഞപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ, ഈ കൊച്ചിന്
അന്ന് രാത്രി സുഖമായിട്ട് പ്രാർത്ഥിക്കാനും കിടക്കാനും പറ്റി. ഒരു കൂലിവേല ചെയ്യുന്ന അമ്മച്ചിയാണ്. ആ കൂലിവേല ചെയ്താലാണ് അനുദിനം ചിട്ടിക്ക് അടയ്ക്കുന്ന ക്യാഷ് അടയ്ക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല വീട്ടിലെ ചിലവും കിട്ടുള്ളൂ. അനുദിനം ചിട്ടിക്ക് അടയ്ക്കാനുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊരു 1,00,000 രൂപ എന്തോ ഒരു സൊസൈറ്റിയിൽ അടയ്ക്കാനുണ്ടായി. അത് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കുടുംബം അവിടെ വന്ന് പ്രാർത്ഥിച്ചു അടയ്ക്കാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ മകളെയും കൂട്ടി വന്നു. ആ കൊച്ചിനോട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എന്താ ഞാൻ ചോദിച്ചു, ഇന്നലെ ചേച്ചി ഒന്ന് പോയതല്ലേ? അതെ. എന്തായിരുന്നു വന്ന്? അന്ന് നന്ദി പറയാൻ വന്ന വെച്ചാൽ. എന്താ നന്ദി? മോള് നന്നായിട്ട് കിടന്നുറങ്ങി. മാത്രമല്ല അവൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഒരു മകൾ കിടന്നുറങ്ങിയപ്പോൾ ഒരു ദിവസത്തെ കൂലി പോയാലും കുഴപ്പമില്ല, വചനം കേൾക്കണം, വചനം കേൾക്കണം. അപ്പോൾ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകളെല്ലാം പൂജ ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കടയിൽ പോയോ അല്ലെങ്കിൽ പെട്ടിക്കടയിൽ പോയോ തിരുനാളിന് വരുന്ന പെട്ടിക്കടകളിൽ നിന്നോ കാണുന്ന മുത്തുകൾ നമുക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് അത് നമ്മുടെ ശരീരത്തെ ധരിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരം ശ്രേഷ്ഠമാണ്. നമ്മുടെ ശരീരം ശ്രേഷ്ഠമാണെന്നും നമ്മുടെ ദൈവം ഏക സത്യ ദൈവമാണെന്ന് പറഞ്ഞ ഒരച്ഛനെ ജയിലിൽ പിടിച്ചിട്ടേക്കാം. സുപ്രീം കോടതി അച്ഛൻ്റെ കേസ് സ്റ്റേ ചെയ്തിരിക്കുക. അച്ഛനെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ മതം ഏക സത്യ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താ ഈ അച്ഛനെ മേലിൽ കേസെടുത്തു. പെട്ടെന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടച്ചു. അച്ഛനെ അടച്ചു കഴിഞ്ഞപ്പോൾ സഭ അച്ഛന് വേണ്ടി കേസ് കൊടുത്തു സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത പ്രത്യേക പരിഗണന നൽകി കേസെടുത്തു. അച്ഛനോടൻ തന്നെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. ഇത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയില്ലാത്ത സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കരുത് അല്ലേ? എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ചാനലുകളൊക്കെ തുറക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശത്തിൻ്റെ രശ്മി നമ്മളിൽ നിറയാൻ വേണ്ടിയാണ് അല്ലേ? നമ്മൾ പ്രകാരം കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മ്ലേച്ഛത എന്നും പറഞ്ഞാൽ കാണുന്നത്. ആ മ്ലേച്ഛതയ്ക്കും കേരളത്തിലും വന്നു കഴിഞ്ഞു. ആ മ്ലേച്ഛത അതിൽ എനിക്ക് ഒന്നിനെ ഒരു 10-15 വാക്യം തുടങ്ങി 10-ാമത്തെ വാക്യം എന്ന് വെച്ച് 19-10. ആ ദേശത്ത് ഒരു ദേശത്തിലൂടെ ആ രാത്രി അവിടെ പാർക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട് ആ ദേശത്ത് പാർക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ കാരണം ഇസ്രായേൽ ജനം താമസിക്കാൻ പറ്റാത്ത ഒരു ദേശമായിരുന്നു. ആ ദേശത്ത് അവർക്ക് നിയമമില്ലായിരുന്നു, വിശ്വാസ സത്യങ്ങളില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അക്രൈസ്തവ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പോലും വിശ്വസിക്കാത്ത ഫിലിസ്തീയരുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമറിയക്കാരുടെ ദേശമായിരുന്നു. അതുകൊണ്ട് അതിലൊരാൾ പറയുന്നുണ്ട്, നമുക്കിവിടെ താമസിക്കേണ്ട, നമുക്കൊരു മറ്റൊരു പട്ടണത്തിലേക്ക് പോയി താമസിക്കാമെന്ന്. അതുകൊണ്ട് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും താമസിക്കാമെന്ന് നമ്മൾ കരുതരുത്. എന്നിട്ട് എന്തുണ്ടാന്ന് വെച്ചാൽ അവരൊരു കർഷകനെ അങ്ങോട്ട് കണ്ടു. ആ കർഷകൻ വയലിൽ നിന്ന് വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെന്തോ തുറസായ സ്ഥലത്ത് കിടക്കരുതെന്ന് ഈ കർഷകൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഈ ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചെന്ന് ഈ മനുഷ്യൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ഇവർ. താമസിക്കുന്ന സമയത്ത് അതിൽ 20-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം, അവിടെയുള്ള എല്ലാവരും ഇവരുമായിട്ട് ശയിക്കാൻ വേണ്ടി വരിക. പുരുഷനുമായിട്ട് ശയിക്കാൻ വേണ്ടി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതേപോലെ അല്ലേ, ശയിക്കാൻ വേണ്ടി വരാണ്. വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതു സ്ഥലത്ത് രാത്രി കഴിക്കരുത്. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്ത് അവർ കാല് കഴുകി കഴുതകൾക്ക് തീറ്റ കൊടുത്തിട്ട് കാല് കഴുകി ഭക്ഷണങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വന്ന് വീട് വളഞ്ഞു വാതിലിടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, എന്താ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എന്റെ അതിഥിയാണെന്നല്ലോ. ഈ മ്ലേച്ഛത പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. എനിക്ക് കന്യകയായ ഒരു പുത്രിയും എന്ന് പറഞ്ഞാൽ കന്യകയായ കൊടുക്കാന്നല്ല, അതിലും വലിയ മ്ലേച്ഛതയാണ് പുരുഷനുമായിട്ടും സ്ത്രീയുമായിട്ട് ചെയ്യുന്ന മ്ലേച്ഛത. എന്ന് പറഞ്ഞാൽ മോളെ കൊടുക്കാന്നല്ല എൻ്റെ അർത്ഥം. ഈ മ്ലേച്ഛതയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ലെസർ ഈവൾ ഗ്രേറ്റ് ഈവൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ ഒരു പാപം ചെയ്യുന്നതിനേക്കാളും ഭേദം ചെറിയൊരു പാപത്തിലേക്ക് പോകാമെന്നാണ്. നമ്മൾ തിയോളജിക്ക് മോറൽ തിയോളജി പഠിക്കുമ്പോൾ പറയുന്നൊരു ലെസർ ഈവളുണ്ട് ഗ്രേറ്റർ ഈവൾ. ഗ്രേറ്റർ ഗുഡിന് വേണ്ടി ലെസർ ഈവൾ ചെയ്യാനല്ല. അപ്പോൾ എന്താ, കുട്ടികളെ നീ ഉപയോഗിച്ചോ, പക്ഷേ ഈ മ്ലേച്ഛത ചെയ്യരുത്. ആ മ്ലേച്ഛത ചെയ്താൽ ആ ദേശം തിന്മയ്ക്ക് വിട്ടുകൊടുക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം, ഈ മ്ലേച്ഛത നമ്മുടെ കേരളത്തിലെ പാലക്കാട് നമ്മളുള്ള ശുശ്രൂഷാലയത്തിൻ്റെ അടുക്കൽ പോലുമുണ്ട്. ആ മ്ലേച്ഛത ചെയ്യുന്ന ഒരു സമുദായം അങ്ങനെയുള്ളത് ആരാധനാ രീതികളോ നിയമങ്ങളോ തത്വസംഹിതകളോ അവർക്ക് ഇഷ്ടമല്ല. ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ദൈവത്തെ ഈശോനെ അവർ ഒരു ദൈവമായിട്ട് അംഗീകരിക്കില്ല. അല്ലെങ്കിൽ പ്രവാചകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ ഒരു സമുദായ നേതാവായിട്ട് കാണുള്ളൂ. അതുകൊണ്ടാണ് ലയോ 14 പറയുന്നത് യേശു ക്രിസ്തു സത്യദൈവമാണ്. അവൻ പറയുന്ന അവൻ സത്യത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് വന്ന് രഹസ്യമായിട്ട് പറയാണ്, അച്ഛൻ ഇതൊരു സാക്ഷിയായിട്ട് പറഞ്ഞു. എന്താ, ഭർത്താവ് 20-25 വർഷങ്ങൾ മുമ്പ് മദ്യത്തിനും പാൻപരാഗിന് അടിമയായിരുന്നു. പള്ളിയിലൊന്നും പോവില്ല, കുർബാനയൊന്നും അർപ്പിക്കില്ല, ഞായറാഴ്ച ദിവസങ്ങളിലും പോവില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിന് ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ പറയണം. കാരണം ഭർത്താവ് സമ്മതിക്കാതെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ വന്ന ഒരു ശുശ്രൂഷയിൽ പകുതി നേരം പങ്കെടുത്തുള്ളൂ. ഇത്രയും വർഷമായ ഈ പാപം കർത്താവ് പൂർണ്ണമായിട്ട് വിട്ടു. കാരണം കവാടം മനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തു കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് ചേട്ടൻ നമ്മളോട് മല്ലടിക്കായിരുന്നു. കാരണം നമ്മൾ പറയുന്നതിനെല്ലാം പക്ഷേ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന് ഇത് വലിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അത് ഇവിടെ പറയാണെന്താ, അപ്പോൾ കരുണയുടെ വലിയ പ്രവാഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുന്ന ദിവസമാണ് ഈ 2026 ഏപ്രിൽ മാസം 12. അപ്പോൾ നമ്മുടെ ചാനലുകളെല്ലാം ഈ 9 ദിവസവും നമ്മൾ ഒരുക്കി. എന്നിട്ട് പറയാണ്, തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമായോ അമാനുഷികമായോ ആ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്രമാത്രം ഉന്നതമാണ്. മനസ്സിലായോ? ഉന്നതമാണ്. എന്നിട്ട് പറയാണ്, അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്ധമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചത്. ഏതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങൾ, സസ്യജാതികൾ, എല്ലാ കിളികൾ എല്ലാം സ്വീകരിച്ചിരുന്നു. ഹല്ലേലൂയ. കൊരിന്തോസ് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ എന്ന് പറയുന്നുണ്ട്, സൃഷ്ടിപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എല്ലാ യൂണിവേഴ്സിറ്റിയും, പ്രത്യേകിച്ച് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ എക്കോ ഫിലോസഫി എന്ന് പറഞ്ഞത്, ആ എക്കോ ഫിലോസഫിയുടെ വചനം ഇതാണ്: എല്ലാ സൃഷ്ടികളും ദൈവമഹത്വം ദർശിക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി, അല്ലേ വായിച്ചെന്ന്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോട്. അപ്പോൾ ദൈവമക്കളുണ്ട്, പിന്നെന്താ, അശുദ്ധാത്മാക്കളുണ്ട്, അശുദ്ധമായ മക്കളുണ്ട്. അപ്പോൾ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ സർവ്വശക്തിയും, അതിൽ മനുഷ്യനും ഉൾപ്പെടും, കൃഷി അല്ലെങ്കിൽ സസ്യജാലങ്ങൾ, മൃഗങ്ങൾ, കിളികൾ എല്ലാം അതിനു വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. എന്ന് പറയാണ്, എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭവിക്കുന്നത്. മനസ്സിലായോ? അത് തിരുനാൾ എങ്ങനെയാണ്? എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭവിക്കുന്നത്. എന്നിട്ട് പറയും, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കില്ല. അപ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ മഹാസംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന കരുണയിലൂടെ സമാധാന സന്തോഷവും കിട്ടും. കാരണം ഇന്നലെ നമ്മൾ കണ്ടു, കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയുമാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന
ആദ്യ ഞായറാഴ്ച കരുണ തിരുനാളാണെങ്കിലും അവയോടൊപ്പം കരുണയുടെ പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സഘോഷം തിരുനാളുകൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയുമാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. കരുണയുടെ തിരുനാളിൻ്റെ ചിത്രത്തിൽ ഒരിക്കലും ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് അടിക്കാത്ത പടങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പടം വെച്ച് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ ഒരിക്കലും സാത്താൻ്റെ പൈശാചികമായ ആക്രമണങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ട് കരുണയെക്കുറിച്ച് പറയുന്നതിൽ പ്രകാരമാണ്, കരുണയെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, വരുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ കുംസാരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? വരപ്രസാദം കിട്ടും. അതിന് പ്രകാരം പറയാം, ഇതിൽ തന്നെ പറയാണ് എന്തിനു വേണ്ടി കുമ്പസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൗഖ്യത്തിന് വേണ്ടിയാണ് ഒരാൾ കുമ്പസാരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കുമ്പസാരിക്കാതെ സൗഖ്യം കിട്ടുമോ? അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും കുമ്പസാരിപ്പിച്ചതിന് ശേഷം അച്ഛൻ കഴിച്ച് പ്രാർത്ഥിക്കോളും. അണക്കര മനസ്സിലായില്ലേ? അപ്പോൾ അത് അച്ഛൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, കുമ്പസാരത്തിൽ നിന്ന് പ്രയോജനം എന്താണെന്ന് ചോദിച്ചിട്ട് വിശുദ്ധ കുമ്പസാരത്തെ സംബന്ധിച്ച് വിശുദ്ധ കുമ്പസാരത്തിൽ നിന്ന് 2 തരത്തിലുള്ള പ്രയോജനമാണ് നേടുന്നത്. ഒന്നാമത്തെ പ്രയോജനം സൗഖ്യം ലഭിക്കാനായി നാം കുമ്പസാരിക്കുന്നു. രണ്ടാമത് പറയാണ്, പരിശീലനത്തിനായി നാം വരുന്നു. ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ ആത്മാവിന് നിരന്തര പരിശീലനം ആവശ്യമാണ്. അതാണ് നമ്മൾ കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ വ്യക്തി കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ കൗൺസിലിംഗ് അടുത്താണ് വീണ്ടും എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യുക? വീണ്ടും കുമ്പസാരിപ്പിക്കുക. അല്ലേ? ഒരു ദിവസം എത്ര പ്രാവശ്യം കുമ്പസാരിക്കാം? പാപങ്ങളുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും വെറുതെ പോയി കുമ്പസാരിക്കാൻ പാടില്ല. കഴിഞ്ഞ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞതും കുമ്പസാരം. ഞാനൊരു കേരളത്തിലൊരു കൊച്ചു പ്രാർത്ഥനാലയത്തിൽ പോയി. എനിക്ക് അത്ഭുതം തോന്നി. 2:55 ആയാൽ അവിടെ വലിയൊരു മണിയടിക്കും. വലിയ അച്ഛന്മാരുള്ളൊന്നൊരു ധ്യാനകേന്ദ്രമല്ല. അച്ഛന്മാരവർ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് ശുശ്രൂഷ ചെയ്യുക. ഒരു അൽമായ കുടുംബം 2 വ്യക്തികൾ കൂടി ചെയ്യുന്നതാണ്. 2:45 2:55 ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടിയും ഈ കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ്. എല്ലാ മുറികളിലും എല്ലാവരും ചാപ്പലിലേക്ക് ഒറ്റ ഓട്ട. ആ ധ്യാനകേന്ദ്രം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 മണിക്കുള്ള പ്രാർത്ഥന അന്നെല്ലാം അവരുടെ കമ്പ്യൂട്ടറുകൾ, അവരുടെ എല്ലാ മൊബൈലുകൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഞാൻ ഇന്നൊന്നല്ല കണ്ടത്, 2013 അവരാദ്യം തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. ആ സമയം എന്താണെന്ന് വെച്ചാൽ കരുണയുടെ തിരുനാളാണ്. കരുണയുടെ അന്ന് മാത്രം ഈശോ മരിച്ച സമയമാണ്. ആ ഈശോ മരിച്ചപ്പോഴാണ് കുർബാനയായിട്ട് മാറിയത്. അല്ലേ? അതേപോലെ തന്നെയാണ് രാത്രി 3 മണിയും പകൽ 3 മണിയാണ്. രാത്രി 3 മണി എന്താ? ഈശോയെ അവരെന്ത് ചെയ്യണം? അവർ രാത്രിയാണ് ഈശോയെ ക്രൂശിക്കാൻ വേണ്ടി സഖേന്ദ്രയും സംഘം കൂടിയത്. കാരണം എന്താ? ഒരിക്കലും സംഭവിക്കാത്തതാണ്. ഒരേ ദിവസം തന്നെ 3 കോടതികൾ ഈശോയെ അവർ ഹാജരാക്കി ഒറ്റ ദിവസം തീഷ്ണത കൊണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുരിശിൻ്റെ വഴിയിൽ പ്രകാരം പറയുന്നുണ്ട്, സഭയുടെ ശത്രുക്കൾ വിശ്രമരഹിതരായിട്ട് അധ്വാനിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അലസരായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ടാർജറ്റ് വേണം. ആത്മാക്കളെ നേടാനുള്ള വലിയൊരു ടാർജറ്റ്. ജോഷുവയുടെ പുസ്തകം 10 എടുത്ത് വായിക്കും. 10:15 പ്രകാരം പറയാണ്, 8 തൊട്ട് വായിക്കുകയാണ്. ജോഷുവ യുദ്ധം ചെയ്യാൻ ചെന്നു. ആരോടാണ്? അരുൾ ചെയ്തു, എന്ത് ചെയ്യണം? ആരെ ഭയപ്പെടണ്ട? ഫിലിസ്ത്യരെ ഭയപ്പെടണ്ട, സമറിയക്കാരെ ഭയപ്പെടണ്ട. എന്താ? ആ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം സൂര്യനോട് പറഞ്ഞു, നീ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര നീ അയലോൻ താഴ്വരയിൽ നിൽക്കുക. എന്തിനു വേണ്ടി? ഈ ജോഷുവ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് വരെ ഈ ചന്ദ്രനെയും ഈ സൂര്യനെയും കർത്താവ് പിടിച്ചു നിർത്തി. അമോന്യരുമായിട്ട്, ഫിലിസ്ത്യരുമായിട്ട്, അതന്നെ സമറിയക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തിനെതിരെയാണ്. ആ ജോഷുവയുടെ ഒറ്റ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? സൂര്യനെ പിടിച്ചു. എന്നിട്ട് പറയാ, ഇത് യാഗുവേറിൻ്റെ പുസ്തകം അല്ലേ, യാഷാറിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസ്തമിക്കുക, ഇനി അത് ഉണ്ടാകില്ലെന്നുണ്ടല്ലോ അല്ലേ? ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട്
ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ഞാനിവിടെ ഒരു പയ്യൻ്റെ സംഭവം പറഞ്ഞു. എന്താ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നന്നായി. ഇതിൽ ഇപ്രകാരം പറയാണ്: ദൈവമേ, നിത്യപിതാവേ, നിരീശ്വരവാദികളും ദൈവദൂഷകരും അങ്ങേ തിരുനാമത്തെയും ഞായറാഴ്ചകളും മറ്റ് വിശുദ്ധ ദിവസങ്ങളെയും അശുദ്ധമാക്കുന്നവരും ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായി രക്തത്താലും വിയർപ്പിനാലും പൊടിയാലും തുപ്പിനാലും അവ്യക്തമായിരിക്കുന്ന ഈശോയുടെ തിരുമുറുകമും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇത് വലിയ പ്രാർത്ഥനയാണ്. കാരണം എന്തെന്നാൽ ഞായറാഴ്ച ദിവസം അശുദ്ധമാക്കണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കരുത്, വെള്ളിയാഴ്ച ദിവസം മാംസം വർജിക്കാൻ പാടില്ല, കഴിപ്പിക്കണം. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന നമ്മുടെ കുട്ടികൾ, രജിസ്റ്റർ മകൾ വിളിച്ചു, ഫാദർ ആസ്പത്രിയിൽ പോയി, ഒരു സിംറ്റം കാണുന്നില്ല. ഞാൻ ചോദിച്ചു, വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നുണ്ടോ? ഫാദർ, ഇവിടെ അങ്ങനെയില്ല, പള്ളികളില്ല പഠിപ്പിക്കാൻ, വൈദികരില്ല. ഞാൻ പറഞ്ഞു, നിർത്ത്, രോഗം മാറും. അല്ലെരിയാം. അതുകൊണ്ട് പറഞ്ഞു, നിത്യപിതാവേ, അങ്ങയുടെ നാഥനായ ഈശോമിശിഹായുടെ കുരിശും അവൻ്റെ പീഡാനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അന്തർചിത്തമുള്ള രാജ്യം ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങേക്ക് പ്രിയപ്പെട്ട പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമേ. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഞാനൊരു പയ്യനെ ഇവിടുന്ന് ജോലി കിട്ടി. ആ ജോലി കിട്ടിക്കഴിഞ്ഞ് അവൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു രേഖയും അവൻ്റെ ഇന്ന് എഴുതി കൊടുത്തില്ല, മേടിച്ചില്ല. അവന് ഇത്ര ശമ്പളം, അവൻ പറഞ്ഞതിൻ്റെ മുകളിൽ ശമ്പളം കൊടുത്തു. ദുഃഖവെള്ളി വന്നപ്പോൾ അവനോട് പറഞ്ഞു, നീ ദുഃഖവെള്ളിയാഴ്ച പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാരണം കാണിക്കൽ നോട്ടീസ് തരണം. ഞായറാഴ്ച നീ കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഞായറാഴ്ച വണ്ട എന്ന് പറഞ്ഞാണ് അവന് ജോലി കൊടുത്തത്. അത് ഞാൻ പറഞ്ഞു, രാവിലെ അവൻ 7:30 ചെല്ലണം. 7 മണിയായി. 9 മണിക്ക് എന്നുള്ളത് 8 മണിയായി, 7:30 7 വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് വേറൊരു സ്ഥലത്തുനിന്ന് അവൻ രാജിവെച്ചത്. അപ്പോൾ ഇവിടെ രാത്രി 8 മണി നമ്മളെ വിടുന്നത്. എന്നിട്ട് ഇവനൊരിങ്ങനെ ഇതൊക്കെ ഒരു സ്ട്രെസ്സായി കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ ഒന്ന് വേദനിച്ച് കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ തളർന്നിരിക്കുമ്പോൾ എന്തോ ഷുഗർ ഡൗണായി. അപ്പോൾ ഇവനോട് പറഞ്ഞു, നീ വേഗം എന്തുകൊണ്ട് ഷുഗർ ഡൗണായിന്ന് കാരണങ്ങൾ നോട്ടീസ്. ഈ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് അവനോട് പറയാണ്, ദുഃഖവെള്ളിയാഴ്ച അവൻ പറഞ്ഞു, എനിക്ക് ലീവ് വേണം, കാരണം പെസഹ ദുഃഖവെള്ളി എൻ്റെ പ്രധാനപ്പെട്ട. പറ്റില്ല, നീ ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവൻ ഈ ഷുഗർ താണു പോയപ്പോൾ അതിൻ്റെ കാരണങ്ങളിൽ നോട്ടീസായിട്ട് എഴുതി ചെന്ന് മാഡത്തിൻ്റെ കൊടുക്കാൻ നോക്കുമ്പോൾ മാഡം കസേരയിലില്ല, മാഡം സ്ട്രെച്ചറിൽ കിടക്കുന്നു. അപ്പോൾ ഈ പയ്യ പറയാം, ഫാദർ, ഞാനൊന്ന് ഷുഗർ താണപ്പോൾ ഒരു ഡോക്ടർ ഓടിയൊന്നുമില്ല, ഒരു നേഴ്സ് ഓടിയൊന്നുമില്ല. ഈ മാഡത്തിൻ്റെ കയ്യിൽ ഇത് സാധനം പേപ്പർ കൊണ്ടുപോയി കൊടുക്കാൻ ചെയ്യപ്പോൾ ഞാൻ കാണുന്നത് ഈ മാഡം ഷുഗറില്ലാതെ തളർന്നു വരുന്നപ്പോൾ സ്ട്രെച്ചർ വരുന്നു, നേഴ്സുമാർ ഓടി വരുന്നു, കമ്പൗണ്ടർമാർ ഓടി വരുന്നു, ഡോക്ടർമാർ ഓടി വരുന്നു. ഇതിനെ കൊണ്ട് അവൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, രാജിയെഴുതി കൊടുത്തു. സാത്താൻ ഏറ്റവും വലിയ കലി കർത്താവിൻ്റെ ദിവസം അശുദ്ധമാക്കണം, വെള്ളിയാഴ്ച ദിവസം അശുദ്ധമാക്കണം.